ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളവുമായി നബിയുടെ അടുക്കലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സൽ റബിയ, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ താങ്കൾ അതെന്നോട് ചോദിച്ചു കൊള്ളുക. ആ സമയത്ത് ചോദിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എങ്കിൽ എനിക്ക് ചോദിക്കാനുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നാളെ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ താങ്കളവിടെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ താങ്കളുടെ കൂടെ സഹവസിക്കാൻ എനിക്കും ഒരു അവസരം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, റബിഅ ഔ ഗൈറ ദാലിക, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദുനിയാവിൻ്റെ വല്ല ആഗ്രഹവുമുണ്ടെങ്കിൽ, താങ്കൾക്ക് ഈ ദുനിയാവിൽ ഞാൻ ചെയ്തു തരേണ്ട മറ്റു വല്ല കാര്യങ്ങളുമുണ്ടെങ്കിൽ, സാമ്പത്തികമായി, കുടുംബത്തിന്, താങ്കളുടെ വിശപ്പിന്, അങ്ങനെ ജീവിതത്തിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്ക റബിഅ. അദ്ദേഹത്തിൻ്റെ മറുപടി, ഹുവ ദാക യാ റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ദുനിയാവിൽ റബിയക്കൊരാഗ്രഹവുമില്ല നബിയെ. എനിക്കാഗ്രഹിക്കാനുള്ളത് സ്വർഗമാണ്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസാണ്. അതുകൊണ്ട് അത് മാത്രമേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റബിഅ ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തിസ് സുജൂദ്. എങ്കിൽ താങ്കൾ സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് താങ്കളുടെ നഫ്സിനെ സഹായിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസ് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തിയത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ ഭരണാധികാരിയാണ്. തൻ്റെ ജീവിതത്തിൽ പട്ടിണിയും പരിവട്ടവുമായി ജീവിക്കുന്നവരാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. ദുനിയാവിൽ ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ജീവിതത്തിൽ ഒരാഗ്രഹം പറയാൻ പറഞ്ഞപ്പോൾ അവർ ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ കാണാതെ ആദ്യമായി അവർ ചോദിച്ചത്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, റബ്ബിൻ്റെ സ്വർഗത്തിലൊരിടം കിട്ടണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളുമേറെ കൊതിക്കുന്നതും നമ്മളേറെ ആഗ്രഹിക്കുന്നതും നമ്മളെല്ലാം ലക്ഷ്യം വെക്കുന്നതും അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗമാണ്, യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ആ സ്വർഗത്തെ ആഗ്രഹിക്കുന്നിടത്തും ആ സ്വർഗത്തെ കൊതിക്കുന്നിടത്തും അത് ജീവിതത്തിൽ നേടിയെടുക്കണമെന്ന മനസ്സിൻ്റെ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര അളവിലുണ്ട് എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ജീവിക്കാനുള്ളത് ഈ ദുനിയാവല്ല. നമ്മളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. നമുക്കെന്നെന്നും മരിക്കാത്ത, എന്നെന്നും ജീവിക്കാൻ കഴിയുന്ന സുന്ദരമായ ഒരു ലോകം റബ്ബ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവിടേക്ക് ചെന്നെത്തേണ്ടവരാണ് നമ്മൾ. പക്ഷേ ആ ലോകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നിടത്തും ആ ലോകത്തിന് വേണ്ടി കൊതിക്കുന്നിടത്തും നമ്മൾ എത്രത്തോളം പിന്നിലാണ് എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയത് സ്വർഗത്തെ കൊതിക്കുന്ന, സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സഅലല്ലാഹൽ ജന്നത സലാസ മർറാ ഖാലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ദിവസം 3 തവണ അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിച്ചാൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ആ സ്വർഗം പറയുമെന്നാണ്, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. അല്ലാഹുവേ, അയാളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. അല്ലേ? സ്വർഗത്തെ ഒരു 3 തവണ ഒരു ദിവസം ചോദിച്ചാൽ സ്വർഗം നമുക്ക് വേണ്ടി റബ്ബിനോട് ആവശ്യപ്പെടുമെന്നാണ്. അല്ലാഹുവേ, അയാളെ സ്വർഗത്തിൻ്റെ ഭാഗമാക്കണേ, അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വമനിസ്തജാറ മിനന്നാരി സലാസ മർറാ ഖാലത്തിന്നാർ അല്ലാഹുമ്മ അജ്റഹു മിനന്നാർ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ നരകം റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് പറയുമെന്നാണ്, അള്ളാഹുവേ, അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നാഥാ. അല്ലേ?
3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം നമുക്ക് വേണ്ടി റബ്ബിൻ്റെ മുമ്പിൽ സംസാരിക്കുമെന്നാണ്. 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ നരകം നമ്മുടെ മോചനത്തിന് വേണ്ടി റബ്ബിനോട് ശുപാർശ പറയുമെന്ന് പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതുപോലും മറന്നു പോകുന്നവരല്ലേ നമ്മളെ ഓരോരുത്തരും. ഒരു ദിവസം പലപ്പോഴും ഒരു 3 തവണ സ്വർഗം ചോദിക്കാനും ഒരു 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയാതെ വന്നാൽ നമ്മളേറ്റവും വലിയ ഹതഭാഗ്യരാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് സ്വർഗത്തെ നമ്മൾ ആഗ്രഹിക്കണം, സ്വർഗത്തെ നമ്മൾ കൊതിക്കണം, സ്വർഗത്തിന് വേണ്ടി ജീവിതത്തിൽ നമ്മൾ അധ്വാനങ്ങൾ നിർവഹിക്കണം. എന്താ പ്രിയപ്പെട്ടവരെ സ്വർഗം? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരൊറ്റ വാചകത്തിലൂടെ ആ സ്വർഗത്തെ മുഴുവൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാൻ ഒരിത്തിരി സ്ഥലമാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ അത് ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം ആ ഒരിത്തിരി പോന്ന സ്ഥലം തന്നെയാണ്, അല്ലേ? ഒരാലങ്കാരികമായ പ്രയോഗത്തിലൂടെ പ്രവാചകൻ പറഞ്ഞൊരു വർണ്ണനയല്ലത്, സത്യമാണ്. ദുനിയാവിലൊരു ചാട്ടവാറ് വെക്കാൻ ഒരിത്തിരി സ്ഥലം നമുക്കുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അളവെത്രയാണ്? അല്ലാഹു റസൂൽ പറയാ, അത്രയും ചെറിയ സ്ഥലമേ റബ്ബിൻ്റെ സ്വർഗത്തിൽ അല്ലാഹു നിങ്ങൾക്ക് മാറ്റിവെച്ചിട്ടുള്ളൂ എങ്കിൽ അത് ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് എന്ന് കളവ് പറയാത്ത റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാകണം. ആ സ്വർഗത്തിന് വേണ്ടി സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് പറ്റണം. ആ സ്വർഗത്തിന് വേണ്ടി ജീവിതത്തിൽ ഒരു നന്മയും നഷ്ടപ്പെടുത്താതെ എല്ലാ നന്മകളെയും ജീവിതത്തിൽ ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം, അല്ലേ? സ്വർഗം ലഭിക്കുന്ന ധാരാളം കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് യാതൊരുവിധ പ്രയാസവുമില്ലാതെ ആ സ്വർഗത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സിരി മാ യുദ്ഖിലുൻ നാസ അൽ ജന്ന. അല്ലാഹുവിൻ്റെ പ്രവാചകനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, ലോകത്തേറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താ നബിയെ? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തത്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാകാൻ ഒരാൾക്ക് സാധിച്ചാൽ അത് സ്വർഗത്തിലേക്ക് അയാളെ അടുപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. ഒരാളുടെ ജീവിതത്തിൽ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി അവൻ കാത്തു സൂക്ഷിക്കുന്ന നല്ല ഒരു സ്വഭാവമുള്ള വ്യക്തിയായി ദുനിയാവിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റിയാൽ അതവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമത്തതാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അല്ലേ? എന്താ സൽസ്വഭാവമെന്ന് പറഞ്ഞാൽ നന്മയുള്ളൊരു ജീവിതമാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒരുപാട് മഹത്വങ്ങൾ സൽസ്വഭാവത്തിന് എണ്ണിപ്പഠിപ്പിച്ചത് അവിടുത്തെ ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നാളെ പരലോകത്ത് എന്നിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുന്നവൻ അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബകും ഇലയ്യ വഅഖറബകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനുകും അഖ്ലാഖാ. നാളെ പരലോകത്ത് എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും എന്നോട് സാമീപ്യം സിദ്ധിക്കുന്നവനും ആരാണെന്നറിയുമോ? അഹാസിനുകും അഖ്ലാഖാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി മാന്യനായി ജീവിച്ചവനാരാണോ അവനാണ് പരലോകത്തെനിക്ക് പ്രിയപ്പെട്ടവനും എൻ്റെ അടുക്കലുണ്ടാകുന്നവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, പ്രിയപ്പെട്ടവരെ, ഒരു സ്വഭാവം അത് നല്ലതായാൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ അതുകൊണ്ട് റബ്ബിൻ്റെ സ്വർഗത്തിൻ്റെ ഭാഗമാകാനും പ്രവാചകൻ്റെ കൂടെ ഉണ്ടാകാനും നമുക്ക് സാധ്യമാകുമെന്നാണ്, അല്ലേ? ചില്ലറ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന, പകലിൽ നോമ്പെടുക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അയാൾ നിർവഹിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം എത്രയാണോ അതേ പ്രതിഫലത്തിലേക്ക് ഒരാൾക്ക് ഉയരാൻ സാധിക്കും സൽസ്വഭാവിയായിക്കൊണ്ട് അയാൾ ജീവിക്കുകയാണെങ്കിൽ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ്, ഇന്നൽ മുഅ്മിന യുദ്രിക ബിഹുസ്നി ഖുൽഖിഹി ദറജാതി ഖായിമിൽ ലൈലി
സ്വാഇമിൻ നഹാർ. രാവിലെ നോമ്പെടുക്കുന്ന, രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ ദറജകളിലേക്ക് അല്ലാഹു ഒരു മുഅ്മിനിനെ ഉയർത്തും. അവൻ്റെ ജീവിതത്തിലെ സൽസ്വഭാവമെന്ന് പറയുന്ന ഒരു നല്ല ഗുണമുണ്ട് എങ്കിൽ എന്നാണ്. പ്രിയപ്പെട്ടവരെ, സൽസ്വഭാവമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്കറിയാം ഒരുപാട് ഗുണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്ത നന്മകളാണ് സൽസ്വഭാവങ്ങൾ. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ പ്രതിഫലങ്ങളെ ഓർമ്മപ്പെടുത്തിയപ്പോൾ വലിയ പ്രതിഫലങ്ങളായി, അതിനുള്ള പ്രതിഫലങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിന് തുല്യമായ സ്വർഗം ലഭിക്കുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് പലപ്പോഴും നമുക്ക് പഠിപ്പിച്ചു തന്നത്, അല്ലേ? നോക്കൂ നിങ്ങൾ, സ്വർഗം ലഭിക്കുന്ന ചില സൽസ്വഭാവങ്ങളെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ എണ്ണി പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. 3 കാര്യങ്ങൾ ആ ഹദീസിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്. എന്താണ് ആ 3 കാര്യങ്ങളുടെ പ്രത്യേകത? 3 കാര്യങ്ങൾ നിർവഹിച്ചാലും, ആ 3 സ്വഭാവങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അയാൾക്ക് സ്വർഗത്തിലൊരു വീട് അല്ലാഹുവിൻ്റെ റസൂൽ ഓഫർ നൽകുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അന സഈമുൻ, ഞാനിതാ നിങ്ങൾക്ക് ജാമ്യം നിൽക്കുന്നു, ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പ് നിൽക്കുന്നു. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ എങ്കിൽ സ്വർഗത്തിൽ ഞാനൊരു വീടുണ്ട് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒന്നാമത്തതാര, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ ചുറ്റുഭാഗത്തൊരു വീടുണ്ട് എന്ന് ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ആർക്കാണ് ആ വീടെന്നറിയുമോ? ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖാ, ജീവിതത്തിൽ തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിട്ടാണെങ്കിൽ പോലും ആ ഒരു വിഷയത്തിൽ തർക്കമൊഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ സന്നദ്ധത കാണിക്കുന്നവനാരോ അവനാണ് സ്വർഗത്തിലൊരു വീടുറപ്പ് നൽകുന്നത്, അല്ലേ? ജീവിതത്തിൽ പല കാര്യങ്ങളിലും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആളുകളുമായി പലപ്പോഴും ശണ്ട കൂടുക, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഒരു കോപത്തോടുകൂടി മറ്റുള്ളവരുമായി സമീപിക്കുന്നത് മനുഷ്യപ്രകൃതിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവിതത്തിൽ തൻ്റെ ഭാഗത്ത് 100% ന്യായമുണ്ടായ ഒരു കാര്യത്തിനാണെങ്കിൽ പോലും അവിടെ ഒരു തർക്കമൊഴിവാക്കാൻ വേണ്ടി, അവിടെ ഒരു സംസാരം ഒഴിവാക്കാൻ വേണ്ടി താൻ ആ തർക്കത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി തയ്യാറാകുന്നു എങ്കിൽ അവനാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പ് നൽകുന്നത്, അല്ലേ? നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങളെ നേരിട്ടവരായിരിക്കും. ഒരു ഭൂമിയുടെ അതിര് നിശ്ചയിക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമിയിൽ നിന്നൊരൽപ്പം 1-2 ഇഞ്ച് അല്ലെങ്കിൽ 1-2 അടി അതന്യായമായി അളന്നെടുക്കുമ്പോൾ ഒരുപക്ഷേ ജീവിതത്തിൽ അതുകൊണ്ട് എനിക്കൊന്നും നേടാനില്ല. ആരക്രമം കാണിച്ചവോ അവൻ ആ അക്രമത്തിൻ്റെ പാപഭാരവുമായി നാളെ പരലോകത്ത് വരും, അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. അതിൻ്റെ പേരിലൊരു സംസാരത്തിനും അതിൻ്റെ പേരിലൊരു പ്രയാസത്തിനും അയൽവാസിയുമായി ഞാൻ നിൽക്കുന്നില്ല, അതുകൊണ്ട് അവൻ എടുത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് ജീവിതത്തിൽ 100% ന്യായം തൻ്റെ ഭാഗത്തായിട്ടും വിട്ടുകൊടുക്കാൻ ജീവിതത്തിൽ തയ്യാറുള്ളവൻ, ഈമാനുള്ളവൻ ആരാണോ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിൽ ഞാനൊരു വീട് ഓഫർ നൽകുന്നു. സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ നമുക്ക് കഴിയുമോ? സ്വർഗം ലഭിക്കാൻ അതൊരു കാരണമാകുമെന്നാണ്, അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രയാസകരമായ സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ, തെറ്റിദ്ധാരണയുടെ പേരിൽ സംസാരിക്കുമ്പോൾ, ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ന്യായം എൻ്റെ ഭാഗത്താണ് എന്നറിയുമ്പോഴും ഞാൻ അതിന് തട്ടിക്കയറി സംസാരിക്കാതെ ഞാനൊന്ന് താഴ്ന്നു കൊടുത്താൽ, ഞാനൊന്ന് മിണ്ടാതിരുന്നാൽ ഇതിവിടെ അവസാനിക്കും, ഇതുകൊണ്ട് പിന്നൊരു പ്രയാസമുണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് ആ തർക്കത്തിന് വഴിയൊരുക്കാതെ അവിടെ നിന്ന് ശബ്ദം താഴ്ത്തി മാറിപ്പോകുന്നവൻ ആരാണോ അവന് റബ്ബിൻ്റെ സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിസാരമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ ഓഫർ നൽകിയതാ പ്രിയപ്പെട്ടവരെ. അതാണ് സൽസ്വഭാവമെന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഈമാൻ ആ സ്വഭാവത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്, അല്ലേ? രണ്ടാമത്തത് എന്താ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വബിബൈത്തിൻ ഫീ വസതിൽ ജന്ന, സ്വർഗത്തിൻ്റെ നടുഭാഗത്തൊരു വീടുതാ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ,
തമാശക്കാണെങ്കിൽ പോലും ജീവിതത്തിൽ കളവ് പറയില്ല എന്ന് തീരുമാനിക്കുന്നവർ, അവർക്കാണ് രണ്ടാമത്തെ വീട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. തമാശക്കാണെങ്കിൽ പോലും ജീവിതത്തിൽ ഞാൻ കളവ് പറയില്ല എന്ന് ജീവിതത്തിൽ തീരുമാനിച്ച് ആ നിലപാടുമായി മരിക്കുന്നത് വരെ മുന്നോട്ട് പോകാൻ പറ്റുന്നവർ, അല്ലേ? ഇന്ന് കളവ് എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതത്തിൽ അത്ര വലിയൊരു തെറ്റല്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കളവ് പറയാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അത്ര വലിയ തെറ്റാണോ എന്ന് ജീവിതത്തിൽ ചിന്തിക്കുന്നിടത്തായി നമ്മൾ വിശ്വാസികൾ പോലും നിലകൊള്ളുന്നത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ്റെ കളവ് അവനെ തെമ്മാടിത്തത്തിലേക്കാണ് എത്തിക്കുക, തെമ്മാടിത്തം അവനെ നരകത്തിലേക്കാണ് എത്തിക്കുക എന്ന് അല്ലാഹു റസൂലിൻ്റെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കളവ് പറയാതിരിക്കുക എന്നല്ല, തമാശക്ക് പോലും, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പോലും, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും കളവ് ഞാൻ പറയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്നവർ, അല്ലേ? പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അത്തരം പാഠങ്ങൾ ജീവിതത്തിൽ പകർന്നും പഠിപ്പിച്ചും കൊടുക്കേണ്ടവരാണ്. മക്കളോട് കളവ് പറയുന്നവർ, ഭാര്യയോട് കളവ് പറയുന്നവർ, സഹപ്രവർത്തകരോട് കളവ് പറയുന്നവർ, അല്ലേ? എന്തിനാണ്? ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ഒന്ന് രക്ഷപ്പെടാൻ, എന്തെങ്കിലുമൊക്കെ ചില ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു മേഖലയിൽ ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല. ഒരിക്കൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ബിൻ ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയാകുന്ന അബ്ദുള്ളയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ കൈയിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് യാ അബ്ദല്ലാ എന്ന് വിളിക്കുന്ന രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നു. അല്ലാഹു റസൂൽ ചോദിക്കുന്നുണ്ട്, ഉമ്മ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ മകന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടാണോ അകലെയുള്ള മകനെ നിങ്ങൾ അടുത്തേക്ക് കൈ ചുരുട്ടിപ്പിടിച്ച് വിളിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ഉമ്മ പറഞ്ഞു, നബിയെ, ഉഅ്തീഹി തംറ, അവൻ എൻ്റെ അടുത്ത് വന്നാൽ കൊടുക്കാൻ ഒരു കാരക്ക എൻ്റെ കയ്യിലുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ പ്രശ്നമില്ല. അമാ ഇന്നകി ലൗ ലം തുഅ്തീഹി ശൈഅൻ കുതിബത് അലൈഹി കദിബത്തുൻ, നിങ്ങളുടെ കയ്യിലൊന്നുമില്ലാതെ നിങ്ങളുടെ മകനൊന്ന് അടുത്ത് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി അവനെ പറ്റിക്കാൻ, അവനെ കബളിപ്പിക്കാനാണ് നിങ്ങൾ കൈ ചുരുട്ടി പിടിച്ചത് എങ്കിൽ, ഉമ്മ, നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പേരിൽ അല്ലാഹു അതൊരു കളവായി രേഖപ്പെടുത്തുമായിരുന്നു, അല്ലേ? കുട്ടികളെ വിളിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഫോണ് തരാം, മിഠായി തരാം എന്ന് പറഞ്ഞ് ജീവിതത്തിൽ അവരെ പ്രലോഭിപ്പിക്കുവാനും നമ്മുടെ അടുത്തേക്ക് കിട്ടുവാനുമൊക്കെ പല രൂപത്തിൽ അവരെ നമ്മൾ കബളിപ്പിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതുപോലും ജീവിതത്തിൽ റബ്ബൊരു കളവായി നാളെ പരലോകത്ത് കൊണ്ടുവരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവെന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ നമ്മളെ ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് തമാശക്കാണെങ്കിൽ പോലും ജീവിതത്തിൽ ഞാൻ കളവ് പറയില്ല എന്ന് തീരുമാനിക്കുന്നവരാരാണോ അവർക്ക് അല്ലാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തത് അല്ലാഹു റസൂൽ പറഞ്ഞു, വബിബൈതിൻ ഫീ അലൽ ജന്ന ലിമൻ ഹസുന ഖുൽഖഹു, ആരാണോ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി ജീവിക്കാമെന്ന് ഉറപ്പ് നൽകുന്നത്, അവന് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തൊരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. മൂന്നാമത്തെ അല്ലാഹു റസൂൽ പറഞ്ഞത് ഈ ഒരു വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്. തൻ്റെ സ്വഭാവം നന്നാക്കാം, അള്ളാഹുവിനും റസൂലിനും ജനങ്ങൾക്കുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായി ഞാൻ ജീവിക്കാം എന്നാരാണോ ഉറപ്പ് നൽകുന്നത്, അവർക്ക് അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഒരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ചെറുതെന്നും നിസാരമെന്നും വിചാരിക്കുന്ന പല കാര്യങ്ങളുടെയും പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിലൊരു വീടായിട്ടാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ നമ്മൾ നന്നാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ സ്വഭാവത്തിനൊരു പ്രശ്നവുമില്ല, നമ്മുടെ സ്വഭാവം നല്ല സ്വഭാവമാണ്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ, നിസാരമായ കളവുകൾ, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള തർക്കങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പോലും നമ്മുടെ സൽസ്വഭാവമെന്ന മഹിമയെ, അതിൻ്റെ പ്രകാശത്തെ ഇല്ലാതാക്കുന്നതാണ് എന്ന്
അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. അല്ലേ, മുഅ്മിനീങ്ങളിൽ ഈമാൻ ഏറ്റവും കൂടുതൽ പൂർത്തിയായവൻ അവൻ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ആ ഒരു ദറജയിലേക്ക്, ആ ഒരു സ്വഭാവത്തിലേക്ക് ഉയരാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ ആ പ്രവാചകൻ്റെ സാമീപ്യം ലഭിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവത്തിൻ്റെ, സൽസ്വഭാവത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അതിനുള്ള പ്രാർത്ഥന പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുക. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലാഹുവേ, എൻ്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കി തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൃഷ്ടിപ്പ് യാതൊരുവിധ ഭംഗവുമില്ലാതെ അള്ളാഹു പൂർത്തീകരിച്ച് നൽകി. നല്ല ഗ്ലാമറുള്ള, നല്ല ഭംഗിയുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ അതേ ഭംഗി പോരാ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഫഅഹ്സിൻ ഖുൽഖി, അതുപോലെ തന്നെ എൻ്റെ സ്വഭാവത്തെയും നീ എനിക്ക് നന്നാക്കി തരണേ എന്ന് റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ച് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം ലഭിക്കുന്ന സൽസ്വഭാവികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരിക്കൽ ചോദിച്ചല്ലോ, നബിയെ, എന്താണ് ബിർറ് എന്ന് പറഞ്ഞാൽ, നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത ഉത്തരമാണ് അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. നന്മ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ് എന്നാണ്. ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന നന്മകളെന്ന് പറയുന്നത് അത് നമ്മുടെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് ജീവിതത്തിൽ എങ്ങനെയാണോ ആളുകൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ രൂപത്തിൽ അവർക്ക് നന്മയുള്ളതാകുമ്പോഴാണ് അതൊരു പുണ്യമുള്ള പ്രവർത്തനമായി നമ്മുടെ ജീവിതത്തിൽ മാറുക. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കുന്ന കർമ്മങ്ങളാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വസാരിഉ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മത്സരിക്കണം, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. അല്ലേ, അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മഗ്ഫിറത്തിലേക്ക്, ആകാശലോകങ്ങളെക്കാൾ വിശാലമായ ആ റബ്ബിൻ്റെ ഉന്നതമായ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളുടെ കാര്യത്തിൽ മത്സരം നടത്തണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. കാരണം തഖ്വയുള്ള, ഈമാനുള്ള, അതോടൊപ്പം സൽസ്വഭാവങ്ങളും അതുപോലെ തന്നെ നന്മകളുമുള്ള ആളുകൾക്കാണ് അള്ളാഹു ആ സ്വർഗത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു നന്മയെയും നിസ്സാരമായി കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മകളിൽ ഒന്നുപോലും ജീവിതത്തിൽ അതൊരു നിസാരമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ തള്ളിക്കളയരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തുൽഖിൻ. അല്ലേ, മുമ്പിലൂടെ കടന്നു വരുന്ന തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും നിനക്ക് റബ്ബിൻ്റെ മുമ്പിൽ നാളെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന നന്മയായി അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക എന്നതുപോലും നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കുന്ന നന്മയാകണമെന്ന ആഗ്രഹത്തോടു കൂടി, ആ നീയത്തോടു കൂടിയാകണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നിർവഹിക്കേണ്ടത്. അങ്ങനെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ബാക്കി വെച്ച ആയുസ്സിൽ പരമാവധി നന്മകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ ഉന്നതമായ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ ഭാഗമാകുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ധാരാളം തിന്മകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട്
അതെല്ലാം നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലുമുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളോട് വിട പറഞ്ഞ ധാരാളം സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ, നമ്മളെ കുടുംബത്തിലെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമുൻ അലൽ മുർസലീൻ.